ആക്ച്വലി ഇന്നലെ നമ്മൾ വയനാട് മെഡിക്കൽ കോളേജ്, അതായത് ഒരു ബോർഡ് സ്ഥാപിച്ചതൊരു മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് എന്ന് അവർ പറയുന്നു അല്ലെ, റഫർ ചെയ്യാൻ മാത്രം ഒരു ആശുപത്രി അല്ലേ? അവിടുത്തെ ദുരവസ്ഥ എന്താണ് എന്നുള്ളത് അരുൺ കൊടുങ്ങൂർ അന്വേഷിച്ചു, പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ജനം TV കഴിഞ്ഞ ദിവസം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇതാ ആ വാർത്തയിൽ അരുൺ കൊടുങ്ങൂർ റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയിൽ നടപടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. വയനാട് മെഡിക്കൽ കോളേജിലെ കോടികൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ കൂട്ടിയിട്ടവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ കെടുകാര്യസ്ഥതകൾ അംഗീകരിക്കാനാകില്ല എന്നും ടി സിദ്ദിഖ് ജനം TVയോട് പറഞ്ഞ് ജനം ബിഗ് ബ്രേക്കിംഗ്, ജനം ഇമ്പാക്ട്. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. വളരെ സീരിയസ് ആയിട്ടുള്ള ലാബ്സ് ആണ് നടന്നിട്ടുള്ളത്. ഇതെല്ലാം CSR ഫണ്ടിൽ, സർക്കാർ ഫണ്ടിൽ വാങ്ങിയിട്ടുള്ള ഉപകരണങ്ങളാണ്. ഇത് നൂറുകണക്കിന് ആളുകൾക്ക് ഉപകാരം കിട്ടേണ്ടതായിരിക്കുന്ന ഉപകരണങ്ങളാണ്. അത് കിടന്ന് നശിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തത്തിൽ പാളിച്ചു വന്നു എന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നടപടി ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഗൗരവത്തിൽ നോക്കിക്കാണുക. ഇത് ഇവിടെ മാത്രമല്ല, വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും ഗൗരവത്തിൽ കാണും. ജനം TV ബിഗ് ഇമ്പാക്ട്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ നൽകാൻ ഈ വാർത്ത ആദ്യം പുറം ലോകത്തെ അറിയിച്ച ഞങ്ങളുടെ പ്രതിനിധി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വയനാട് മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ അല്ലെങ്കിൽ അനാസ്ഥ, കെടുകാര്യസ്ഥത, ഇതൊക്കെ നമ്മൾ പുറം ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു. മന്ത്രി ടി സിദ്ദിഖ് നിർണായകമായ പ്രതികരണം നടത്തി ആരോഗ്യമന്ത്രി കെ മുരളീധരനെ ഈ വിഷയം അറിയിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ വാർത്തയുടെ ഗൗരവം കൂടുതൽ കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാകും ഇനി അങ്ങോട്ടുള്ള ഇടപെടൽ? ഒപ്പം എന്ത് നടപടിയാകും ഇവർക്കെതിരെ ഉണ്ടാവുക? ഒപ്പം അഭിനന്ദനങ്ങൾ കൂടി നേരുകയാണ് അരുൺ. തീർച്ചയായും ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യമാണ് വയനാട് മെഡിക്കൽ കോളേജിലുള്ളത്. വയനാടിനെ സംബന്ധിച്ചോളം ഏക ആശ്രയമുള്ള ഒരു മെഡിക്കൽ കോളേജാണ് ഇത്. വയനാട് മെഡിക്കൽ കോളേജ് എന്നത് ഈ നാട്ടുകാരുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഇടപെടലും അധികൃതരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായില്ല. ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു വയനാട് മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നത്. അത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലൂടെയാണ് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ സമയത്താണ് വലിയൊരു അനാസ്ഥയുടെ ഒരു ചിത്രം കൂടി നമ്മളുടെ ശ്രദ്ധയിലേക്ക് എത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ ആർക്കും ഇല്ലാതെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു മുറിക്കുള്ളിൽ കൂട്ടിയിട്ട് കിടക്കുകയാണ്, പൂട്ടിയിട്ട് കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള ഉപയോഗവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. നമുക്കറിയാം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അത് വലിയ രീതിയിലേക്ക് ചർച്ചയാകുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്ത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ പുറത്തുവിട്ടതിന് പിന്നാലെ കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായുള്ള കാര്യം. അടിയന്തരമായി ഈ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായ ഒരു അന്വേഷണം നടത്തും. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയുണ്ടായും. ഗുരുതരമായുള്ള വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചതെന്ന് മന്ത്രി തന്നെ സമ്മതിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. ആ വാക്കുകൾ തന്നെ അതാണ് വ്യക്തമാക്കുകയും ചെയ്തത്. ഒരു കാരണവശാലും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇനി ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കില്ല. അതിനുവേണ്ട മുൻകരുതലുകൾ, അതിനുവേണ്ട നടപടികളൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് ടി സിദ്ദിഖ് ഉറപ്പ് നൽകിയിരുന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് ടി സിദ്ദിഖ്. എന്തായാലും അടിയന്തരമായി ഈ വിഷയം നമ്മൾ ചൂണ്ടിക്കാട്ടി അതിന് കൃത്യമായ ഒരു നടപടി കൂടി ഇവർ എടുക്കുകയാണ്. എന്തായാലും അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. അന്വേഷണത്തിന് ശേഷം ആരാണോ ഇതിന് കുറ്റക്കാരായിട്ടുള്ള ആളുകൾ അവർക്കെതിരെ ഉചിതമായ ഏറ്റവും അനുയോജ്യമായ നടപടി ഏറ്റവും വേഗത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ പാവപ്പെട്ട രോഗികൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം അല്ലെങ്കിൽ അർഹതപ്പെട്ട ഉപകരണങ്ങളാണ് ഇവിടെ ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇതുവരെയും ഈ വർഷങ്ങളായി ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചില്ല? ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്? എന്തിനാണ് ഇങ്ങനെ ഈ ഒരു പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഈ ഉപകരണങ്ങൾ മേടിച്ചത്? അങ്ങനെ ഒരു വലിയ ചോദ്യങ്ങളായിരുന്നു ഇന്നലെ നമ്മൾ കൃത്യമായി ചോദിച്ചിരുന്നത്. അതിൽ വിഷയത്തിലാണ് ഇപ്പോൾ അടിയന്തരമായിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അശ്വതി.
തീർച്ചയായും അരുൺ, അത് തന്നെയാണ് ജനം ടി വി ബിഗ് ഇമ്പാക്ട്. വയനാട് കോടിക്കണക്കിന് രൂപയുടെ വയനാട് മെഡിക്കൽ കോളേജിൽ കോടിക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതായത് തുരുമ്പെടുത്ത് നശിക്കുന്നത് അല്ലേ? ആർക്കാണ് ഈ മെഡിക്കൽ കോളേജ് കൊണ്ട് ഗുണം എന്ന് ചോദിച്ചാൽ ഉത്തരം അവർക്ക് പോലുമില്ല. സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, ആ പണം ആരുടെയൊക്കെ പോക്കറ്റിൽ എത്തിയിട്ടുണ്ട്, കമ്മീഷൻ തുക അല്ലേ? അതെ, അത് ഉത്തരം പറയേണ്ടത് അധികൃതരാണ്. എന്തായാലും ഞങ്ങളുടെ ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ട്. ടി സിദ്ദിഖ് കൃത്യമായി ഇടപെടൽ നടത്തുമെന്ന് പറയുന്നുണ്ട്. ഇനി ഇടപെടൽ വരട്ടെ അല്ലേ? നടപടി ഉണ്ടാകും വരെ ഈ വാർത്തയുടെ പിറകിലേക്ക് പോകാൻ തന്നെയാണ്, വാർത്തയുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാൻ തന്നെയാണ് അരുൺ കൊടുങ്ങൂർ തീരുമാനിച്ചിരിക്കുന്നത്.